നമസ്കാരം, STV ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. തൃശൂർ കളക്ടറേറ്റിലേക്ക് പട്ടികജാതി മോർച്ച നടത്തിയ മാർച്ചിൽ സംഘർഷം. ഇടതുപക്ഷ സർക്കാർ പട്ടികജാതി വിരുദ്ധ നയങ്ങൾ സ്വീകരിക്കുന്നു എന്ന് ആരോപിച്ചായിരുന്നു മാർച്ച്. ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്കെതിരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. കൈക്കൂലി വാങ്ങുന്നതിനിടെ വില്ലേജ് ഓഫീസർ വിജിലൻസിന്റെ പിടിയിലായത് പുന്നയൂർക്കുളം കടിക്കാട് സ്പെഷ്യൽ വില്ലേജ് ഓഫീസർ TV വിനോദ്. ROR ശരിയാക്കുന്നതിനും നികുതി അടയ്ക്കുന്നതിനുമായി വില്ലേജ് ഓഫീസർ ആവശ്യപ്പെട്ടത് 5 ലക്ഷം രൂപ. 2.5 ലക്ഷം സമ്മതിച്ച പരാതിക്കാരൻ. 50,000 രൂപയായി വില്ലേജ് ഓഫീസർ വിജിലൻസിന്റെ പിടിയിൽ. സുരേഷിനെതിരെ VS പക്ഷ നേതാവ് T ശശിധരൻ. സുരേഷ് പറയുന്നത് ന്യായവും ചെയ്യുന്നത് അന്യായവുമെന്നും PK ശശി ഇപ്പോഴും പാർട്ടി അംഗമാണെന്നും ആപത്തുകാലത്ത് ശത്രുക്കൾക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നത് ശരിയായ കാര്യമല്ലെന്നും ശശിധരൻ. പ്രതിപക്ഷ നേതാവിന് മറുപടിയുമായി മന്ത്രി MP രാജേഷ്. ബാർ സമയം കൂട്ടിയ സംഭവം പ്രതിപക്ഷത്തിൻ്റെ അഭിപ്രായം ഇങ്ങോട്ട് അറിയിക്കുകയാണ് ചെയ്തതെന്നും മന്ത്രി. സ്വകാര്യ ആശുപത്രിയിലെ നഴ്സുമാർ ശനിയാഴ്ച പണിമുടക്ക് ശമ്പള വർധന ആവശ്യപ്പെട്ട് അടിസ്ഥാന ശമ്പളം 40,000 രൂപയാക്കണമെന്ന് ആവശ്യം. ഷൊർണൂർ ഗവൺമെൻറ് ടെക്നിക്കൽ സ്കൂളിന് കാർബൺ സന്തുലിതാവസ്ഥ പദവി ലഭിച്ചു. നേട്ടം കൈവരിക്കുന്നത് പാലക്കാട് ജില്ലയിലെ ആദ്യ സ്ഥാപനം. നേട്ടം കൈവരിച്ചത് ഹരിത കേരള മിഷൻ നടപ്പാക്കുന്ന നെറ്റ് സീറോ കാർബൺ കേരളം ജനങ്ങളിലൂടെ പ്രചരണ ഭാഗമായി കാർബൺ ബഹിർഗമനം നിർണ്ണയിക്കുന്ന സർവേയിൽ. പദവി ലഭിച്ചതിൽ ഏറെ അഭിമാനമുണ്ടെന്ന് സ്കൂൾ അധികൃതർ. തിരുവനന്തപുരത്തെ മുഖ്യമന്ത്രിയിൽ നിന്നും സർട്ടിഫിക്കറ്റ് ഏറ്റുവാങ്ങും. കല്ലൂർ നടുവിൽ മഠം ദേവസ്വത്തിൻ്റെ 10 ഏക്കറോളം വരുന്ന പുൽക്കാടുകളും പാഴ്മരങ്ങളും കത്തിനശിച്ചു. സമീപത്തെ സ്വകാര്യ വ്യക്തിയുടെ വളപ്പിലേക്കും തീ പടർന്നു. തീ നിയന്ത്രണ വിധേയമാക്കിയത് കോങ്ങാട് നിന്നുള്ള അഗ്നിശമന സേനയും നാട്ടുകാരും ചേർന്ന്. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. തൃശൂർ കളക്ടറേറ്റിലേക്ക് പട്ടികജാതി മോർച്ച നടത്തിയ മാർച്ചിൽ സംഘർഷം. ഇടതുപക്ഷ സർക്കാർ പട്ടികജാതി വിരുദ്ധ നയങ്ങൾ സ്വീകരിക്കുന്നു എന്ന് ആരോപിച്ചായിരുന്നു മാർച്ച്. ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്കെതിരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. തുടർന്ന് നടന്ന ധർണ BJP സംസ്ഥാന സെക്രട്ടറി പന്തളം ഗോപൻ ഉദ്ഘാടനം ചെയ്തു. സുരേഷിനെതിരെ VS പക്ഷ നേതാവ് T ശശിധരൻ. സുരേഷ് പറയുന്നത് ന്യായവും ചെയ്യുന്നത് അന്യായവുമാണെന്ന്. നിലവിൽ PK ശശി പാർട്ടി അംഗമാണെന്നും ശശിധരൻ പറഞ്ഞു. ആപത്തുകാലത്തെ ശത്രുക്കൾക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നത് ശരിയായ കാര്യമല്ലെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. സുരേഷ് പറയുന്നതിൽ ന്യായവും ചെയ്യുന്നതിൽ അന്യായവും ഉണ്ട്. അതാണ്. തനിക്ക് പാർട്ടി മെമ്പർഷിപ്പ് വേണം എന്നൊരാൾ ആഗ്രഹിച്ചാൽ അത് വരുംപരായ്മകൾ നോക്കി കൊടുക്കണോ കൊടുക്കണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് അത് അതോറിറ്റിയാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്റ്റേറ്റ് കമ്മിറ്റിയാണ്. അതെനിക്ക് അതിൽ അഭിപ്രായം പറയാൻ കഴിയില്ല. അതിൻ്റെ പകുതി വരെ ന്യായമുണ്ട് എനിക്കൊരു പാർട്ടി മെമ്പർഷിപ്പ് വേണം എന്ന് പറയുന്നത്. ഇനി അങ്ങനെ തന്നില്ലെങ്കിൽ ഞാൻ കോൺഗ്രസ്സിൽ പോകും എന്ന് പറയുന്നിടത്ത് അന്യായം ആരംഭിച്ചു. ന്യായത്തിനെ സാധീകരിക്കാൻ വേണ്ടി നടത്തുന്ന ഫിസിക്കൽ ഇടപെടലുകൾ അന്യായത്തിൽ. പാലക്കാട് ജില്ലയിൽ കാർബൺ സന്തുലിതാവസ്ഥ പദവി കൈവരിക്കുന്ന ആദ്യ സ്ഥാപനമായി ഷൊർണൂർ ഗവൺമെൻറ് ടെക്നിക്കൽ ഹൈസ്കൂൾ. ഹരിത കേരള മിഷൻ നടപ്പാക്കുന്ന നെറ്റ് സീറോ കാർബൺ കേരളം ജനങ്ങളിലൂടെ പ്രചരണ ഭാഗമായി കാർബൺ ബഹിർഗമനം നിർണ്ണയിക്കുന്നതിനായി നടത്തിയ സർവേയിലാണ് സ്കൂളിന് ഈ നേട്ടം കൈവരിക്കാനായത്. പദവി ലഭിച്ചതിൽ ഏറെ അഭിമാനമുണ്ടെന്ന് സൂപ്രണ്ട് കതീഷ് STVയോട് പറഞ്ഞു. ഷൊർണൂർ ടെക്നിക്കൽ ഗവൺമെൻറ് ഹൈസ്കൂൾ കാർബൺ സന്തുലിത സ്ഥാപനമായി കൈവരിച്ച പാലക്കാട് ജില്ലയിലെ ആദ്യ സ്ഥാപനമായി ഇനി അറിയപ്പെടും. ഹരിത കേരള മിഷൻ നടപ്പാക്കുന്ന നെറ്റ് സീറോ കാർബൺ കേരളം ജനങ്ങളിലൂടെ പ്രചരണ ഭാഗമായി കാർബൺ ബഹിർഗമനം നിർണ്ണയിക്കുന്നതിനായി നടത്തിയ സർവേയിലാണ് THSന് കാർബൺ നെഗറ്റീവ് പദവി ലഭിച്ചിരിക്കുന്നത്. സ്കൂളിലെ 5 കുട്ടികളും ഒരു കെമിസ്ട്രി അധ്യാപികയായ ശാലിനിയും അടങ്ങുന്ന ടീം 6 മാസം കൊണ്ട് തയ്യാറാക്കിയ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. വിദ്യാർത്ഥികളുടെയും ഹരിത കേരള മിഷൻ്റെയും നല്ലൊരു സഹകരണം ഉണ്ടായിട്ടുണ്ടെന്നും സ്കൂളിന് പദവി ലഭിച്ചതിൽ ഏറെ അഭിമാനവും സന്തോഷവുമുണ്ടെന്ന് സൂപ്രണ്ട് VB കതീഷ് STV ന്യൂസിനോട് പറഞ്ഞു. നമ്മുടെ ടെക്നിക്കൽ ഹൈസ്കൂൾ ഷൊർണൂരിന് നെറ്റ് സീറോ കാർബൺ എമിഷനിൽ ജില്ലാ തലത്തിൽ 1ാം സ്ഥാനം ലഭിച്ചേക്കാണ്. അപ്പോൾ ഈ വരുന്ന
23-ാം തീയതി മുഖ്യമന്ത്രി നടത്തുന്ന മീറ്റിങ്ങിൽ പങ്കെടുക്കാനായിട്ട് ക്ഷണിച്ചിട്ടുണ്ട്. അവിടെ വെച്ചിട്ട് നമ്മുടെ ഈ ക്യാമ്പസ് നെറ്റ് സീറോ കാർബൺ എമിഷനിൽ നെഗറ്റീവ് ലെവൽ, അതായത് സന്തുലിതമായ ലെവലിലേക്ക് എത്തിച്ചേർന്നതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് ലഭിക്കുന്നതാണ്. വിദ്യാർത്ഥികളുടെയും അതുപോലെ നമ്മുടെ ഹരിത കേരള മിഷൻ്റെയും നല്ലൊരു സഹകരണം ഉണ്ടായിട്ടുണ്ട് ഇക്കാര്യത്തിൽ. ഇത് ജില്ലയിൽ കിട്ടുന്ന ആദ്യത്തെ സ്ഥാപനമാണോ? അതെ, ഈ പാലക്കാട് ജില്ലയിൽ ലഭിക്കുന്ന ആദ്യത്തെ സ്ഥാപനമാണ് ടെക്നിക്കൽ ഹൈസ്കൂൾ ഷൊർണൂർ എന്ന് പറയുന്നത്. ഇതിപ്പോൾ സംസ്ഥാന ലെവലിൽ ഒരു 10 വർഷമായിട്ട് ഹരിത കേരള മിഷൻ്റെ കീഴിൽ ഇങ്ങനെയുള്ള എല്ലാം നമ്മുടെ പ്രകൃതിയെ സ്നേഹിക്കുക, പ്രകൃതിയെ നമ്മൾ സംരക്ഷിക്കുക എന്ന ലക്ഷ്യം കൈവരിക്കാൻ വേണ്ടിയിട്ട് 2050 നമുക്ക് ഇന്ത്യയിലും അതുപോലെ കേരളത്തിലും മൊത്തത്തിൽ ഈ നെറ്റ് സീറോ കാർബൺ ലെവല് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, അതായത് കാർബണിൻ്റെ ലെവല് കുറച്ച് നമുക്ക് സന്തുലിതമായ ഒരു നല്ലൊരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കാൻ ഒരു ഗവൺമെൻറ്റിൻ്റെ പ്രൊജക്റ്റാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഈ ക്യാമ്പസിൽ ഉണ്ടാകുന്ന സസ്യങ്ങൾ നമ്മൾ അതേപോലെ നിലനിർത്തുക, അതേപോലെ തന്നെ വിദ്യാർത്ഥികളിലേക്ക് ഈ കാര്യങ്ങൾ പകർത്തി നൽകുക എന്നൊക്കെയാണ് ലക്ഷ്യം. ഇനി വരും തലമുറകൾ പ്രകൃതിയെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും ഒരു മഹനീയമായ ലക്ഷ്യം. കാർബണിൻ്റെ അളവ് കുറച്ച് സന്തുലിതമായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കുക എന്ന ഗവൺമെൻറ്റിൻ്റെ പ്രൊജക്റ്റാണിത്. അതിൻ്റെ ഭാഗമായി ഈ ക്യാമ്പസിലെ സസ്യങ്ങൾ അതേപോലെ നിലനിർത്തുക, മറ്റു വിദ്യാർത്ഥികളിലേക്ക് അറിവ് പകർന്നു നൽകുകയാണ് ലക്ഷ്യമെന്നും സൂപ്രണ്ട് പറയുന്നു. പ്രൊജക്റ്റ് തയ്യാറാക്കിയ വിദ്യാർത്ഥികളുടെ അഭിപ്രായങ്ങൾ ഇങ്ങനെ: കാർബൺ മുക്ത നാളേക്ക് ആയൊരു ചുവടുവെപ്പ് എന്ന പദ്ധതിയിലൂടെ ഞങ്ങൾ സ്കൂളിലെ കാർബൺ എമിഷൻ ലൈറ്റുകളുടെയും ഫാനുകളുടെയും എണ്ണം കണക്കാക്കി കണ്ടുപിടിക്കുകയും മരങ്ങളുടെ വണ്ണം, ഹൈറ്റ് എന്നിവ കണ്ടുപിടിച്ച് അതിൻ്റെ വോളിയം കണ്ടുപിടിച്ച് കാർബൺ സ്റ്റോക്ക് കണ്ടുപിടിക്കുകയും ചെയ്തു. സംസ്ഥാനത്ത് കഴിഞ്ഞ 10 വർഷങ്ങളായി നടപ്പാക്കിയ പരിസ്ഥിതി പുനഃസ്ഥാപന പ്രവർത്തനങ്ങളെ മുൻനിർത്തി ഹരിത കേരള മിഷന്റെ ആഭിമുഖ്യത്തിൽ ദേശീയ പരിസ്ഥിതി സമ്മേളനം ഫെബ്രുവരി 23 മുതൽ 25 വരെ തിരുവനന്തപുരം കവടിയാർ ഉദയ് പാലസ് കൺവെൻഷൻ സെന്ററിൽ നടക്കും. ഈ ചടങ്ങിലേക്ക് സ്കൂൾ അധികൃതരെ ക്ഷണിച്ചിട്ടുണ്ടെന്നും അതിൽ വെച്ച് മുഖ്യമന്ത്രിയുടെ പക്കൽ നിന്നും സർട്ടിഫിക്കറ്റ് ലഭിക്കുമെന്നും സൂപ്രണ്ട് അറിയിച്ചു. സ്കൂളിന് പദവി ലഭിച്ചതിൽ ഏറെ സന്തോഷത്തിലാണ് വിദ്യാർത്ഥികളും അധ്യാപകരും. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കൈക്കൂലി വാങ്ങുന്നതിനിടെ വില്ലേജ് ഓഫീസർ വിജിലൻസിൻ്റെ പിടിയിലായി. അറസ്റ്റിലായത് പുന്നയൂർ കുളം കടിക്കാട് സ്പെഷ്യൽ വില്ലേജ് ഓഫീസർ TV വിനോദാണ്. ROR ശരിയാക്കുന്നതിനും നികുതി അടയ്ക്കുന്നതിനുമായി 5 ലക്ഷം രൂപയാണ് കൈക്കൂലിയായി ആവശ്യപ്പെട്ടത്. 2.5 ലക്ഷം രൂപ നൽകാമെന്ന് പരാതിക്കാരൻ സമ്മതിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ 50,000 രൂപ ഫയലിൽ വയ്ക്കാൻ നിർദ്ദേശിക്കുകയായിരുന്നു. ഈ പണമാണ് വിജിലൻസ് പിടികൂടിയത്. ബാർ സമയം കൂട്ടിയ സംഭവം പ്രതിപക്ഷ നേതാവിന് മറുപടിയായി മന്ത്രി MP രാജേഷ്. ബാർ സമയം കൂട്ടിയ സംഭവം പ്രതിപക്ഷത്തിൻ്റെ അഭിപ്രായം ഇങ്ങോട്ട് അറിയിക്കുകയാണ് ചെയ്തതെന്നും മന്ത്രി പറഞ്ഞു. കാര്യങ്ങളൊക്കെ ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. പിന്നെ അവർക്ക് കത്തിക്കാനൊരു കോലം കിട്ടണമെങ്കിൽ ഇരുന്നോട്ടെ, അതിലൊന്നും നമുക്ക് വലിയ ആക്ഷേപമില്ല. അതിനുള്ള മറുപടി ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ട്. മറുപടി ഇന്നലെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പ്രതിപക്ഷത്തിൻ്റെ അഭിപ്രായം ഇങ്ങോട്ട് അറിയിക്കേണ്ടത്. സ്വകാര്യ ആശുപത്രിയിലെ നഴ്സുമാർ ശനിയാഴ്ച പണിമുടക്കും. ശമ്പള വർധനവ് ആവശ്യപ്പെട്ടാണ് പണിമുടക്ക്. 7 വർഷമായി ശമ്പള വർധനയില്ലെന്നും യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ ഭാരവാഹികൾ കുറ്റപ്പെടുത്തി. അടിസ്ഥാന ശമ്പളം 40,000 രൂപ ആക്കി മാറ്റണമെന്നും സ്വകാര്യ ആശുപത്രിയിലെ നഴ്സുമാർക്ക് 20,000 രൂപ പോലും ലഭിക്കാത്ത സാഹചര്യമാണുള്ളതെന്നും സംഘടന കുറ്റപ്പെടുത്തി. 2018 ഏപ്രിൽ 23 സ്വകാര്യ ആശുപത്രി മേഖലയിൽ അവസാനമായി ഒരു ശമ്പള പരിഷ്കരണം നടന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന 2011 UN എന്നുള്ള സംഘടന കേരളത്തിൽ പ്രവർത്തനം ആരംഭിക്കുന്നത്. 2011 മഹാഭൂരിപക്ഷം പേരും 1 രൂപ പോലും ശമ്പളം വാങ്ങാതെ തൊഴിലെടുത്തിരുന്നവരാണ് ആശുപത്രി മേഖല ഉണ്ടായിരുന്നത്. പരമാവധിയായ ശമ്പളം കിട്ടിയിരുന്നതിന് 2,000 രൂപയാണ്. അവിടെ നിന്ന് അതിനുവേണ്ടി സമരം ചെയ്ത് 2012 2009 മിനിമം വേതനം കിട്ടുന്നത്. അതിനുശേഷം UN ശക്തമായ സമരത്തിലേക്ക് ഇറങ്ങി 2013 ഒരു ശമ്പള പരിഷ്കരണം ലഭിക്കേണ്ട. അങ്ങനെയാണ് ആദ്യമായിട്ട് നഴ്സുമാർക്ക് 10,000 രൂപ എന്നുള്ള ഒരു ശമ്പളം കിട്ടുന്നത്. 2013 അന്ന് നമുക്ക് സർക്കാർ എന്ന ഉറപ്പ് 2016 20,000 രൂപ ശമ്പളമാക്കി തരുന്നതാണ്.
അത് പ്രകാരം 2016 നമ്മൾ വലിയ സമരം നടത്തി. പക്ഷെ അപ്പോൾ ഇതിന് ഭരണമാറ്റമുണ്ടായി. പിന്നെ തുടർച്ചയായി 2 വർഷം സമരം നടത്തി. അന്ന് UDF ഭരിക്കുമ്പോൾ അന്നത്തെ പാർട്ടി സെക്രട്ടറി ആയിരുന്ന ഇന്നത്തെ മുഖ്യമന്ത്രി ഞങ്ങൾക്ക് ഉറപ്പ് തന്നു 20,000 രൂപ ശമ്പളം നടപ്പിലാക്കുമെന്ന്. തുടർച്ചയായി സമരത്തിൻ്റെ ഭാഗമായി 2018 ഏപ്രിൽ 23 20,000 രൂപ അടിസ്ഥാന ശമ്പളമാക്കി. പക്ഷെ അന്ന് ജഗദീഷ് പ്രസാദ് കമ്മിറ്റി, സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ ജഗദീഷ് പ്രസാദ് കമ്മിറ്റി പറഞ്ഞത് സർക്കാർ നഴ്സുമാർക്ക് തുല്യമായ വേതനം സ്വകാര്യ ആശുപത്രി നഴ്സുമാർക്കും കിട്ടണം. അന്ന് ശമ്പളം വന്നപ്പോൾ തന്നെ അന്ന് നമ്മോട് തൊഴിൽ വകുപ്പ് പറഞ്ഞത് 3 വർഷത്തിനുള്ളിൽ ഇതുമായി ബന്ധപ്പെട്ട അലവൻസുകളെല്ലാം പുനഃസ്ഥാപിച്ചു തരും, പുതിയ ഉത്തരവിറക്കുന്നു. അതായത് ഒരു മിനിമം വേസിൻ്റെ കാലാവധി ഏറ്റവും കുറഞ്ഞത് 3 വർഷവും പരമാവധി കാലാവധി 5 വർഷം എന്നതാണ്. 2018 ഏപ്രിൽ 23 ഈ ഉത്തരവ് വന്നതിന് ശേഷം നാളിതുവരെയായിട്ടും പിന്നീട് ഒരു ശമ്പള പരിഷ്കരണവും ഈ മേഖലയിൽ നടപ്പിലായിട്ടില്ല. കല്ലൂർ നടുവിൽ മഠം ദേവസ്വത്തിൻ്റെ ഏക്കർ കണക്കിന് സ്ഥലം കത്തിനാശിച്ചു. ഏകദേശം 10 ഏക്കറോളം വരുന്ന പുൽക്കാടുകളും പാഴ്മരങ്ങളുമാണ് കത്തിനാശിച്ചത്. സമീപത്തെ സ്വകാര്യ വ്യക്തികളുടെ വളപ്പുകളിലേക്കും തീ പടർന്നിരുന്നു. കോങ്ങാട് നിന്ന് എത്തിയ ഫയർഫോഴ്സ് സംഘമാണ് തീ അണച്ചത്. കോങ്ങാട് നിന്നെത്തിയ ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് മണിക്കൂറോളം പ്രയത്നിച്ചാണ് തീയണച്ചത്. പരിസ്ഥിതി പ്രവർത്തകരും സഹായത്തിനിറങ്ങി. എല്ലാ വർഷവും ഇവിടെ തീ കത്താറുണ്ടെന്ന് പരിസ്ഥിതി പ്രവർത്തകനായ അപ്പുകുട്ടൻ, KK റഹ്മാൻ, വിജയൻ എന്നിവർ പറഞ്ഞു. ഇതിപ്പോൾ ഏകദേശം 2-3 കൊല്ലമായിട്ടുള്ള സ്ഥിരമുള്ള ഒരു പരിപാടിയാണിത്. ഒരു 2ാമത്തെ കൊല്ലം നമ്മൾ കഴിഞ്ഞിട്ട് സ്കൂളിൽ പോയി ഹേലശ്ശേരി ഹൈസ്കൂളിലത്തെ 2 ചെക്കന്മാരായിട്ട് പിടിക്കുകയും അവരെ അവിടെ സ്കൂളിൽ പോയി കംപ്ലയിൻറ്റ് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രാവശ്യം ഇന്നും അവരെന്നെ ചെയ്തിറക്കുന്നത്. പക്ഷെ ഇന്നത്തെ ആളെ പിടുത്തം കിട്ടിയില്ല. ഇത്ര മാത്രം. ഇത് പരിസര പല ദോഷം ചെയ്യുന്നുണ്ട് എന്ന് ശക്തമായ നടപടി എടുക്കുന്നതിനെതിരായിട്ട്. ഒരു കൊല്ലം ഒഴിവില്ല. ഇപ്പോൾ 3-5 കൊല്ലമായി ഇപ്പോൾ ഡെയിലി പരിപാടി. ഇതാരാ ചെയ്യണത് എന്താണെന്നുള്ള അറിയില്ല. കഴിഞ്ഞ പ്രാവശ്യം ചെയ്തത് സ്കൂൾ കുട്ടികൾ, ഇപ്രാവശ്യം ചെയ്ത് ഇപ്പോൾ ആരാണെന്ന് എന്താണെന്നും അറിയില്ല. സാമൂഹ്യ വിരുദ്ധരായിരിക്കാം ഇതിന് പിന്നിലെന്ന് സംശയിക്കുന്നു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. സംസ്ഥാന ആരോഗ്യ കുടുംബ ക്ഷേമ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയ ഹെൽത്തി കേരള ക്യാമ്പയിൻ്റെ ഭാഗമായി പാലക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് കോങ്ങാട് ബ്ലോക്ക് കുടുംബ ആരോഗ്യ കേന്ദ്രം ആരോഗ്യ വണ്ടി പര്യടനം പൂർത്തിയാക്കി. കോങ്ങാട് ബ്ലോക്ക് തല ഉദ്ഘാടനം മണ്ണൂർ കുടുംബ ആരോഗ്യ കേന്ദ്രത്തിൽ വെച്ച് അഡ്വക്കേറ്റ് കെ ശാന്തകുമാരി MLA, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശോഭന PR അധ്യക്ഷത വഹിച്ചു. ആരോഗ്യവകുപ്പ് സേവനങ്ങളെ പൊതുജനങ്ങൾക്ക് പരിചയപ്പെടുത്തുക, ആരോഗ്യകരമായ ജീവിതശൈലി പ്രോത്സാഹിപ്പിക്കുക, ആരോഗ്യരംഗത്തിന്റെ നല്ല ഭാവിക്ക് കൂടുതൽ ആസൂത്രണം ചെയ്യുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് ആരോഗ്യവണ്ടി ഹെൽത്തി കേരള പ്രചരണ ജാഥ നടത്തുന്നത്. കോങ്ങാട് ആരോഗ്യ ബ്ലോക്ക് തലത്തിൽ മണ്ണൂർ, കോങ്ങാട്, കല്ലടിക്കോട്, വള്ളിക്കോട് എന്നീ കേന്ദ്രങ്ങളിൽ സിനിമാ പ്രദർശനം, ബോധവൽക്കരണ പരിപാടികൾ, വൈവിധ്യമാർന്ന കലാവതരണം എന്നിവ നടത്തി. കേരളം നേരിടേണ്ടി വന്ന കോവിഡ് പ്രതിസന്ധിയുടെ ആരോഗ്യ അടിയന്തരാവസ്ഥയുടെ ഘട്ടങ്ങളിൽ പോലും ആരോഗ്യ പ്രവർത്തകർ കാഴ്ചവെച്ച സമർപ്പണത്തിന്റെയും ത്യാഗസന്നദ്ധതയുടെയും നേട്ടം വിസ്മയകരമാണെന്നും കേരളത്തിന്റെ ആരോഗ്യരംഗം ലോകത്തിന് തന്നെ മാതൃകയാണെന്നും MLA പറഞ്ഞു. മണ്ണൂർ ഹെൽത്ത് ഇൻസ്പെക്ടർ സുരേഷ് വിഷയാവതരണം നടത്തി. ബ്ലോക്ക് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ധന്യ, മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീദേവി, അൻവർ സാദിഖ്, ഹുസൈൻ ഷഫീഖ്, നജീബ്, അമിത തുടങ്ങിയവർ മണ്ണൂരിൽ ഉദ്ഘാടന പൊതുയോഗത്തിൽ സംസാരിച്ചു. ഹെൽത്ത് സൂപ്പർവൈസർ സിസിമോൻ തോമസ് സ്വാഗതവും മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ലസിത നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഷൊർണൂർ നഗരസഭ CDSന് ഇനി പുതിയ ചെയർപേഴ്സൺ. ജിഷ CDS ചെയർപേഴ്സണായി ഐക്യകണ്ഠേന തിരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു. ശനിയാഴ്ച CDS ചെയർപേഴ്സണായി സത്യപ്രതിജ്ഞ ചെയ്യും. ഷൊർണൂർ നഗരസഭയ്ക്ക് ഇനി പുതിയ CDS ചെയർപേഴ്സൺ. ജിഷയെ CDS ചെയർപേഴ്സണായി ഐക്യകണ്ഠേന തിരഞ്ഞെടുക്കുകയായിരുന്നു. വെള്ളിയാഴ്ചയായിരുന്നു നടപടിക്രമങ്ങൾ. വൈസ് ചെയർപേഴ്സണായി സുനിത ഗോപാലകൃഷ്ണനെയും തിരഞ്ഞെടുത്തു. നേരത്തെ ജിഷ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായിട്ടുണ്ട്. നിലവിൽ അഖിലേന്ത്യാ മഹിളാ അസോസിയേഷൻ ഷൊർണൂർ വില്ലേജ് കമ്മിറ്റി പ്രസിഡന്റ് കൂടിയാണ് ജിഷ. ശനിയാഴ്ച രാവിലെ 10 മണിക്ക് നഗരസഭയിൽ നടക്കുന്ന ചടങ്ങിൽ ജിഷ CDS ചെയർപേഴ്സണായി സത്യപ്രതിജ്ഞ ചെയ്യും. ന്യൂസ് സെന്റർ, ഷൊർണൂർ. വാരണാസി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠനോത്സവം സംഘടിപ്പിച്ചു. പഞ്ചായത്ത് അംഗം K അശോകൻ പഠനോത്സവം ഉദ്ഘാടനം ചെയ്തു. വാരണാസി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെള്ളിയാഴ്ച രാവിലെയാണ് പഠനോത്സവം സംഘടിപ്പിച്ചത്. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് അംഗം K അശോകൻ പഠനോത്സവം ഉദ്ഘാടനം ചെയ്തു. എല്ലാ മേഖലകളിലും നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു കാലത്ത് കൂടിയാണ്. അതുവരെ നമ്മളിവിടെ പഠിപ്പിക്കുന്ന റോബോട്ട് സംവിധാനങ്ങൾ രൂപത്തിലൊക്കെ നമ്മുടെ ഗവൺമെൻറ് സ്കൂളുകളൊക്കെ തന്നെ എത്തിച്ചേർന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ ഈ പഠനോത്സവം നടത്തുന്നത്. അപ്പോൾ ഈ പഠനോത്സവത്തിൽ നമ്മൾ 1 വർഷക്കാലമായി നമ്മുടെ വിവിധ മേഖലകളിൽ വിവിധ തരത്തിലുള്ള
പഠന ഉത്സവങ്ങൾ നമ്മൾ ഓരോ വൈവിധ്യങ്ങളായിട്ടുള്ള പ്രവൃത്തികളൊക്കെ നമ്മൾ നടത്തിയിട്ടുണ്ട്. ആ പ്രവൃത്തികളുടെ ഒരു ഔപചാരികമായ ഉദ്ഘാടനമാണ് നമ്മളിവിടെ നടക്കുന്നത്. ചടങ്ങിൽ ഹെഡ്മിസ്ട്രസ് ഗീത സ്വാഗതം പറഞ്ഞു. ഷൊർണൂർ BRC കോർഡിനേറ്റർ ലക്ഷ്മിദേവി ടീച്ചർ, അധ്യാപകരായ പ്രേമ, ലത, ബിന്ദു തുടങ്ങിയവർ സംസാരിച്ചു. പഠനോത്സവത്തിന്റെ ഭാഗമായി കുട്ടികളുടെ വൈവിധ്യമാർന്ന അവതരണവും ഉണ്ടായിരുന്നു. ന്യൂസ് സെന്റർ ഷൊർണൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃശൂർ കളക്ടറേറ്റിലേക്ക് പട്ടികജാതി മോർച്ച നടത്തിയ മാർച്ചിൽ സംഘർഷം. ഇടതുപക്ഷ സർക്കാർ പട്ടികജാതി വിരുദ്ധ നയങ്ങൾ സ്വീകരിക്കുന്നു എന്ന് ആരോപിച്ചായിരുന്നു മാർച്ച്. ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്കെതിരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. കൈക്കൂലി വാങ്ങുന്നതിനിടെ വില്ലേജ് ഓഫീസർ വിജിലൻസിന്റെ പിടിയിലായത് പുന്നയൂർക്കുളം കടിക്കാട് സ്പെഷ്യൽ വില്ലേജ് ഓഫീസർ TV വിനോദ്. ROR ശരിയാക്കുന്നതിനും നികുതി അടയ്ക്കുന്നതിനുമായി വില്ലേജ് ഓഫീസർ ആവശ്യപ്പെട്ടത് 5 ലക്ഷം രൂപ. 2.5 ലക്ഷം സമ്മതിച്ച് പരാതിക്കാരൻ. 50,000 രൂപയായി വില്ലേജ് ഓഫീസർ വിജിലൻസിന്റെ പിടിയിൽ. സുരേഷിനെതിരെ VS പക്ഷ നേതാവ് T ശശിധരൻ. സുരേഷ് പറയുന്നത് ന്യായവും ചെയ്യുന്നത് അന്യായവുമെന്നും PK ശശി ഇപ്പോഴും പാർട്ടി അംഗമാണെന്നും ആപത്തുകാലത്ത് ശത്രുക്കൾക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നത് ശരിയായ കാര്യമല്ലെന്നും ശശിധരൻ. പ്രതിപക്ഷ നേതാവിന് മറുപടിയുമായി മന്ത്രി MP രാജേഷ്. ബാർ സമയം കൂട്ടിയ സംഭവം പ്രതിപക്ഷത്തിൻ്റെ അഭിപ്രായം ഇങ്ങോട്ട് അറിയിക്കുകയാണ് ചെയ്തതെന്നും മന്ത്രി. സ്വകാര്യ ആശുപത്രിയിലെ നഴ്സുമാർ ശനിയാഴ്ച പണിമുടക്ക് ശമ്പള വർധന ആവശ്യപ്പെട്ട് അടിസ്ഥാന ശമ്പളം 40,000 രൂപയാക്കണമെന്ന ആവശ്യം. ഷൊർണൂർ ഗവൺമെൻറ് ടെക്നിക്കൽ സ്കൂളിന് കാർബൺ സന്തുലിതാവസ്ഥ പദവി ലഭിച്ചു. നേട്ടം കൈവരിക്കുന്നത് പാലക്കാട് ജില്ലയിലെ ആദ്യ സ്ഥാപനം. നേട്ടം കൈവരിച്ചത് ഹരിത കേരള മിഷൻ നടപ്പാക്കുന്ന നെറ്റ് സീറോ കാർബൺ കേരളം ജനങ്ങളിലൂടെ പ്രചരണ ഭാഗമായി കാർബൺ ബഹിർഗമനം നിർണ്ണയിക്കുന്ന സർവേയിൽ. പദവി ലഭിച്ചതിൽ ഏറെ അഭിമാനമുണ്ടെന്ന് സ്കൂൾ അധികൃതർ. തിരുവനന്തപുരത്തെ മുഖ്യമന്ത്രിയിൽ നിന്നും സർട്ടിഫിക്കറ്റ് ഏറ്റുവാങ്ങും. കല്ലൂർ നടുവിൽ മഠം ദേവസ്വത്തിൻ്റെ 10 ഏക്കറോളം വരുന്ന പുൽക്കാടുകളും പാഴ്മരങ്ങളും കത്തിനശിച്ചു. സമീപത്തെ സ്വകാര്യ വ്യക്തിയുടെ വളപ്പിലേക്കും തീ പടർന്നു. തീ നിയന്ത്രണ വിധേയമാക്കിയത് കോങ്ങാട് നിന്നുള്ള അഗ്നിശമന സേനയും നാട്ടുകാരും ചേർന്ന്. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.